ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഗൈസ്, ഞാനിന്ന് കളിക്കുന്ന ഒരു സെർവറിലാണ്, മൈൻക്രാഫ്റ്റ് ജാവ എഡീഷൻ. അപ്പം നമ്മൾ നേരത്തെ ഹാർഡ് കോറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജാവ ഉണ്ടെന്ന്. ഇപ്പം അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നേരത്തെ പറ്റുന്നില്ലായിരുന്നു. എന്നാലിപ്പോഴും എനിക്കറിഞ്ഞൂടാ. അപ്പം നമ്മൾ ഈ സെർവറിൽ ഇന്നത്തെ എപ്പിസോഡിൽ വേറൊരു സീക്രട്ട് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പോകുന്നത്. കാരണം വേറൊന്നുമല്ല, കുറച്ച് നേരം മുമ്പ് വേറൊരാൾ, ഞങ്ങളുടെ ടീമിലില്ലാത്ത ഒരാൾ ഈ ബേസ് കണ്ടുപിടിച്ച് വന്നു. അപ്പം ബേസ് ബാക്കിയുള്ളവർക്കൊക്കെ കോഡ്സ് പറഞ്ഞു കൊടുത്തിട്ട് വരുമെന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സേഫ്റ്റിക്ക് വേറെ ബേസ് പണിയാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. പിന്നെ ഗൈസ്, ഈ ബോയ് എനിക്ക് ഒരു സ്കെലട്ടനെ കൊന്നപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഈ സെർവറിലാണെങ്കിൽ പല പല തരത്തിലുള്ള ചീസ് ഉപയോഗിക്കാം. ഇപ്പം ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ /home എന്നടിച്ചാൽ മതി. നമ്മൾ ഹോം സെറ്റ് ചെയ്തേക്കുന്നിടത്തേക്ക് ഇല്ല, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് /set_home എന്ന് അടിക്കുക ചാറ്റിൽ കയറിയിട്ട്. അപ്പോഴത്തേക്കും ചാറ്റ് എഴുതി തരും ദിസ് ഈസ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നും പറഞ്ഞു. എന്നിട്ട് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ എത്തും. പിന്നെ /back അടിക്കുമ്പം നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തേക്ക് തന്നെ പോകും. ഇനിയിപ്പോൾ എനിക്ക് ബെഡ് എടുക്കണം ഒരെണ്ണം. കയ്യിൽ വൂളൊക്കെ ഉണ്ട്. ഈ പെട്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, മിനറൽസ്, പിന്നെ ഇതിനകത്ത് അയണും അങ്ങനത്തെ കാര്യങ്ങളും, കുറച്ച് ബാമ്പു ഉണ്ട്. പിന്നെ താഴേക്ക് കഴിയുമ്പം ആദ്യമേ തന്നെ ഒരു വാട്ടർമെലനും പിന്നെ ഈ ക്യാരറ്റും പൊട്ടാറ്റോയും. ക്യാരറ്റിന് വേണ്ടിയിട്ട് അപ്പുറത്തും നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ പൊട്ടാറ്റോ, അത് ക്യാരറ്റ്, പിന്നെ വാട്ടർമെലൻ. പിന്നെ കുറച്ച് താഴേക്ക് ഇവിടുത്തെ ക്യാരറ്റ് ഫാം കാണിച്ചു തന്നില്ലല്ലേ. ഓ ഷിറ്റ്. ഓക്കെ, ഇതാണ് ക്യാരറ്റ് ഫാം. പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ഈ റൂഫ് മാത്രം പോളിഷ്ഡ് ഡീപ്സൊക്കെ ചെയ്തു. പിന്നെ ഇത് നമ്മുടെ ഷുഗർ കെയിൻ ഫാമാണ്. ഇത്രയും വളർന്നു നിൽക്കുന്നുണ്ട് സാധനം. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് പണിയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പണി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എങ്ങനെയെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ താഴേക്ക് വന്ന് കഴിയുമ്പം മൈനിങ്ങിൻ്റെ. ഓക്കെ, അപ്പം നമ്മൾ വേറൊരു സീക്രട്ട് ബേസ് തന്നെ പണിയാൻ വേണ്ടി പോവുക. ഇനി എങ്ങാനും ഉടനെ ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഏതാണ്ട് 2-3 ബേസ് പോയി. മൊത്തം 4 4 5 അറിഞ്ഞൂടാ. 5 തോന്നുന്നു. 5 ബേസ് പോയി. 2 ഞാൻ അറിയാതെ 2 പേരെ TP ചെയ്തു ബേസിലേക്ക്. വേറെ 2 എന്ന് പറയുമ്പം എൻ്റെ ഇപ്പം ടീമിലുള്ളവരാ. ഒരുത്തൻ്റെ പേര് റോഷൻ, വേറൊരുത്തൻ നൈറ്റ്, പിന്നെ മിഖ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, പിന്നെ ENG, ഇംഗ്ലീഷ് സ്പാനിഷ്. അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അവൻ എൻ്റെ വീഡിയോയ്ക്ക് ഇടയ്ക്കൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ബെഡ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അല്ലേ. /HOME. ഇപ്പം രാത്രിയായിരുന്നു ഗൈസ്. ഇവിടെ ബെഡ്റൂം. ഇതാണ് ബെഡ്റൂം, എൻ്റെ ബെഡ്. പിന്നെ ഈ സെർവറിനകത്ത് /wild അടിച്ച് കഴിയുമ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകും. ഊളുണ്ടോ എന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ബെഡ് എടുത്തുകൊണ്ട് ചെല്ലേണ്ടി വരും.
ഞാൻ കൊണ്ടുവന്നതായിരുന്നു ഗൈസ്. ഇല്ല, അതും വെച്ചിട്ടാണ് അവന്മാർ ബെഡ് ഉണ്ടാക്കിയായിരുന്നു. അതൊക്കെ ബെഡ് എടുത്തോണ്ട് പോവാം. ഓക്കെ, ഇല്ല, സ്ലാഷ് വൈൽഡ്. യു ഡോണ്ട് ഹാവ് പെർമിഷൻ. ഞാൻ സ്പോണിലേക്ക് ഒന്ന് നോക്കട്ടെ. അവിടെ നിന്ന് ഇത് എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞോളാം, ഈ സ്ലാഷ് വൈൽഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടിരിക്കുന്നു. അലയുടെ ഇതിൽ സ്ലാഷ് വൈൽഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യു ഡോണ്ട് ഹാവ്. അപ്പം നടന്നു തന്നെ പോകണം. എന്നെക്കൊണ്ട് കിടക്കാൻ വയ്യ. പിന്നെ ഈ ബോയിലാണെങ്കിൽ എൻചാൻമെൻറ്റ് അൺബ്രേക്കിംഗ് 2ഉം പവർ 2ഉം. ഒരു സ്കെൽട്ടനെ വന്നപ്പോൾ കിട്ടിയതാണ്. മൈനിങ്ങിനായപ്പം 2-3 തവണ ചത്ത്. കാരണം ഈ ഡോറും നടക്കട്ടെ. അടുത്തത് വേറെ ഏതെങ്കിലും സ്ഥലം തപ്പിപ്പോവാം. പിന്നെ ഗൈസ്, ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ലഷ് കേവ് ഉണ്ട്. ഇവിടെ മരമൊക്കെ വെപ്പുണ്ട്. ഞങ്ങളുടെ ബേസ് റേഡിയോ എന്ന് പറഞ്ഞില്ലേ, അപ്പം അവൻ്റെ ഈ ഗെയിമിനകത്തെ പേര് സന്തോഷ് രാജ് എന്നിട്ടിരുന്നു. അവൻ ഇതിൻ്റെ അകത്ത് റീസ്പോൺ അങ്ങോട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ എത്ര തവണ കൊന്നിട്ടും അവന് അലമഴ തന്നെ തിരിച്ചു തരും. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. അവൻ ഒറ്റ കാരണം. ഷുഗർ കെയിനൊക്കെ വെള്ളത്തിലേക്ക് വീണു. ബോട്ട് എടുത്തില്ല. അതായിരുന്നല്ലേ, കുഴപ്പമില്ല. കുറച്ച് ബാങ്ക്, ഒരു ബോട്ട് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെടുക്കാം. ആ ബോട്ട് നോക്കട്ടെ. ഓക്കെ, ബോട്ട് കയറി. കട്ടെ. ഗൈസ്, ഞാൻ ഈ കോച്ച് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഞാനപ്പോൾ നോക്കിയിട്ടുണ്ട്. ഇപ്പം കരയിൽ കൂടെ തന്നെ കുറച്ച് നേരം പോവുക. പിന്നെ ഗൈസ്, ഈ സെർവറിൻ്റെ പേര് ബോങ് SMB എന്നാണ് ഗൈസ്. എന്നെ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ സെർവറിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ഓക്കെ, കുറച്ച് ഇപ്പുറത്തോട്ടാ. കുറച്ച് ദൂരെ പോയിട്ട് കോച്ച് നോട്ട് ചെയ്ത് മറ്റേ ബേസ് പൊട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. അപ്പുറത്തായി ഇത് കവറാന്ന് തോന്നുന്നു. ചിലവരൊക്കെ ഇപ്പം നെതറിലേക്ക് പോകുന്നേ ഉള്ളൂ. പിന്നെ ചിലപ്പം ഞാനിവിടെ കിടന്ന് കറങ്ങാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. ഇതൊരുമാതിരി വളഞ്ഞിരിക്കുക റോഡുകളിലും. ഗൈസ്, ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ ദൂരം പോകണം. പിന്നെ ഈ സെർവറിൽ മറ്റേ ഇത് ക്രിസ്റ്റൽ PvPക്കായി ഏറ്റവും കൂടുതലും പ്രാധാന്യം കൊടുത്തേക്കുന്നത്. എനിക്കാണെങ്കിൽ PvP അറിഞ്ഞൂടാ.
മര്യാദക്ക് ചെയ്യാൻ. സ്ഥലമൊക്കെ എനിക്കത്ര ഇത് പോരാ. ഓ, ഇവിടെ PvP കിടക്കുന്ന സ്ഥലമാണ്. അവിടെ കോപ്പ് ഓപ്സിഡിയൻ എന്നാക്കിയാ ആ സൈഡ് കൂടെ ഒന്ന് പോയി നോക്കാം. I got stabbed by President. പിന്നെ ഗൈസ്, ഈ സെർവർ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ വേറെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ പല ആൾക്കാരും TP ഇടും. അപ്പം നമ്മൾ അത് /ഡെനി കൊടുത്ത് എടുക്കാതിരിക്കുകയാണ് ഇച്ചിരി ബെറ്റർ. വേറൊന്നുമല്ല, അങ്ങനെയാണ് അറിയാതെ ഒരുത്തിന് ഈ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്നും വിചാരിച്ചുകൊണ്ട് ഒരു TP അക്സെപ്റ്റ് ചെയ്തതാണ്. പക്ഷെ അത് അവനല്ലായിരുന്നു, വേറെ ആരോ അവരാ. എന്നിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പം എന്തെന്ന് പറഞ്ഞില്ല, ആദ്യത്തെ കുറച്ച് ഹിറ്റ് ഉണ്ട് അവന്. പക്ഷെ പിന്നെ അവനടിക്കുന്ന ഫുൾ ഹിറ്റും നല്ല പവറിൽ തിരിച്ചുണ്ട്. അവൻ്റെ കയ്യിലാണ് ടൂൾസൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അവൻ ഞങ്ങളൊക്കെ കൊന്ന് ഞങ്ങളെ ആർമറും ടൂൾസും എടുത്തു. പിന്നെ വേറെ കുറേ ഇഷ്ടം പോയെന്ന് പറഞ്ഞ ഒരു 10-15 ആൾക്കാർ നെതറൈറ്റ് ആർമർ ഇട്ട അത്രയും ആൾക്കാർ പിന്നെ ഈ ഞങ്ങളുടെ ബേസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം തന്നെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഈ സെർവറിനകത്ത് ആരെ അങ്ങനെ വിശ്വസിക്കാനും കൊള്ളത്തില്ല. ഇടയ്ക്ക് വെച്ച് വേറെ ഒരുത്തനെ വിശ്വസിച്ചു, ഫ്രാംഫോം അങ്ങനെങ്ങാണ്ടാണ് അതിൻ്റെ പേര്. അപ്പം അവൻ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചതിച്ചു. എന്തുവാ ഇത് ബേസ് ഫുള്ള് പൊട്ടിച്ചെന്നും പറഞ്ഞാൽ അത്രയ്ക്ക് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ അങ്ങ് കൊന്നും, വില്ലേജർമാരെയും കൊന്നു, എല്ലാത്തിനും കൊന്നു. ഇപ്പം ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ കുറേ സ്പോണൊക്കെ ഷോപ്പിൽ വരുന്നുണ്ട്. ഈ ഷോപ്പിൽ നമ്മൾ റിയൽ പൈസ ഒന്നും കൊടുക്കണ്ട. ഈ കിട്ടുന്നത് തന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ ടോപ്പ് പ്ലെയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കണം. ഈ വേണ്ടാത്ത ചില ബ്ലോക്സൊക്കെ ഇല്ലേ വിൽക്കാൻ പറ്റുന്നത്. ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ ബേസിൽ നിന്ന് കുറച്ച് പോകുന്നെന്ന് തോന്നുന്നു. രാവിലെ വെച്ചിട്ടുണ്ട്. ഓ, ഇതിൻ്റെ അടുത്തായിട്ടൊരു സ്വാമ്പും കൂടെ ഉണ്ട്. വെച്ചിട്ടെല്ലാം കാണുവാണെങ്കിൽ പെട്ട്. പിന്നെ കണ്ടം വഴി ഓടാതെ വേറെ വഴിയൊന്നുമില്ല. ലോഷ്യം വല്ലതും കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഫുഡടിക്കട്ടെ. ഗൈസ്, പിന്നെ ഞാൻ ചത്തതിൻ്റെ ലിസ്റ്റൊക്കെ സൈഡിൽ കാണിക്കുന്നുണ്ട്, പിങ്ങും പിന്നെ ഈ സെർവറിൽ എത്ര പ്ലേയേഴ്സാണ് ഉള്ളതെന്നൊക്കെ. ഈ ഏറ്റവും കൂടുതൽ ചത്തേക്കുന്നത് മൈനിങ്ങിന് പോയിട്ടാണ് ഗൈസ്, യാതൊരു ആർമറും ഇല്ലാതെ, അല്ലെങ്കിൽ അയൺ ആർമറോടെ. ഇപ്പോൾ അല്ല, നേരത്തെ ഫുള്ള് ചത്തോണ്ടിരിക്കുമായിരുന്നു. പിന്നെ വേറൊരു കാര്യം, എൻ്റെ എൻഡർ ചെസ്റ്റിനകത്ത് ഞാൻ ഒരു ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറും വെച്ചിട്ടുണ്ട്, കുറച്ച് ഡയമണ്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെയാണ് ഇപ്പോഴത്തെ ബേസിൽ ഇരിക്കുന്ന ടീംമേറ്റ്സ് ഇല്ലേ, അവന്മാരുടെയൊക്കെ കൂടെ പോയി മൈൻ ചെയ്യാൻ. അപ്പം ഡയമണ്ട് ആയിരുന്നു ലക്ഷ്യം. പക്ഷെ കുറേ നേരം കിടന്നു അവിടെ ചത്ത്. എത്ര ബ്ലോക്ക് വെച്ച് അതിലേക്ക് പോയാലും ചാവും. സ്കെലട്ടനൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെ ചത്തി ഇപ്പം 46 എടുത്തായി. പിന്നെ മുമ്പത്തേതൊക്കെ നോക്കുവാണെങ്കിൽ ഏതാണ്ട് 160 ഉണ്ട്. അരീനയിലേക്ക് പോയിട്ട് അവിടുന്ന് ആരുടെയെങ്കിലും നെതറൈറ്റ് ആർമർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
പക്ഷെ അത് വർക്കായി. പിറ്റേ ദിവസം തന്നെ സെർവറും ഫുള്ള് അങ്ങ് റീസ്റ്റാർട്ടായി. ഈ സെർവറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു പ്ലെയിൻസാണ്. ഇനിയിപ്പം നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുക. ഒരു ഓഷ്യൻ എല്ലാം കിട്ടുവാണെങ്കിൽ അത്ര എളുപ്പമായിരുന്നു. ഗൈസ്, ചിലപ്പോൾ ഇനി തൊട്ട് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ ആയിരിക്കും റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കാൻ. ഈ സമയം കൊണ്ട് ആരാണ്ട് കിടന്നിട്ടുണ്ട്. നേരത്തെ ഒക്കെ 1 player സ്ലിപ്പ് അല്ലായിരുന്നു ഗൈസ്. എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ആ ഒരു ബേസ് പോയത് എന്നാന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരുന്നു പണി കഴിഞ്ഞതും പണി പോയതും. ഐ തിങ്ക് ഇന്നലെ ഒരു ഉച്ചയായപ്പോൾ, ഇന്നലെ ഉച്ചയെങ്ങാണ്ടായപ്പോഴാണ്, ഉച്ചല്ല വൈകുന്നേരമായിരുന്നു തോന്നുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ബേസ് അങ്ങ് റീഡായി. ഇപ്പോഴത്തെ ടീംമേറ്റ്സ് ഇല്ലേ, അവന്മാരെ വിളിച്ചോണ്ട് വന്നു. യാതൊരു പരിചയമില്ലാത്ത വേറൊരുത്തനെ അവൻ വിളിച്ചോണ്ട് വന്നു. അങ്ങനെ ബേസ് ഗോവിന്ദ. അവനാണെങ്കിൽ സ്കിന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആർമർ ഊരി. അപ്പം ആദ്യം അവൻ്റെ സോഡൊക്കെ ചെക്ക് ചെയ്ത് ഷാർപ്നെസ് 2 ഉണ്ട്, പന്തിയോട് തോന്നി. പിന്നെ ഞങ്ങളുടെ ടീംമേറ്റൊക്കെ ആർമർ ഊരി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ ആ ആർമർ ഊരി തന്നെ വെച്ചേക്കുമായിരുന്നു പെട്ടിക്കകത്ത് വെക്കാൻ വേണ്ടി. പക്ഷേ ആ സമയം ആയപ്പോൾ തന്നെ അവൻ വന്ന് കൊന്ന്. ആ സമയം ഞാനും ആർമർ ഊരി വെച്ചേക്കുമായിരുന്നു എൻ്റർ ജസ്റ്റ് വെക്കാൻ വേണ്ടി. അപ്പം എന്നെ ഈ സെർവറിലേക്ക് വിളിച്ച കൂട്ടുകാരന് ആർമറില്ല, അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് പോലും സമ്മതിക്കാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് അങ്ങ് പൊട്ടിച്ചളഞ്ഞ്. പിന്നെ ഒരു ക്യാരറ്റ് ഫാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് അതിനകത്ത് ഒരു 12 ക്യാരറ്റോളം ഇരിപ്പുണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് ഇവിടെ നട്ടു വെച്ചേക്കുന്നത്. ഇത്തവണ വേറൊരുത്തൻ വന്നിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. സന്തോഷ് രാജ്. ഇവിടെ ഒന്ന് നോക്കട്ടെ ഗൈസ്, പറ്റുമെങ്കിൽ ഇവിടെ സീക്രട്ട് ബേസ് പണിയാം. ഓക്കെ, വന്നു. അതെ, അപ്പം വേണ്ട. വെള്ളത്തിൽ കേവാണേ പണി വാളും. ചില സമയങ്ങളിൽ ആ കേവിലേക്ക് തന്നെ ബേസ് കയറും. പിന്നെ ഇതിനകത്ത് ഈ മലയാളികൾ കുറച്ചൊക്കെ ഉള്ളൂ. ഇത് ഓഷ്യനിൽ നിന്ന്. ഓക്കെ, ചെറിയ സൈഡിലേക്കായിട്ട് ആ ബേസ് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഷവലുണ്ടോന്ന്? ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഓക്കെ, ഇത് പറ്റിയതാ. അതിന് മുമ്പ് 2-3 ഡർട്ട് ബ്ലോക്കും വേണം എനിക്ക്. തൽക്കാലം ഇവിടുന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, ഇനിയിപ്പം ഇത് ഇവിടെ പറഞ്ഞാലൊരു ഡോറുണ്ടാക്കണം. വെള്ളത്തിൻ്റെ ഒരു ബ്രീത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പം അതിന് പ്ലാങ്ക് ഓക്കെ അല്ലേ? ഇത് ഓൾ സെറ്റ്. ഇതും പൊട്ടിച്ച് മാറ്റുക, എന്നിട്ട് ആ വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങുക. പിന്നെ ഇത് ഇവിടെ ആയിട്ട് ഒരു ബ്രിഡ്ജ്, ഇത്രയും മതി തോന്നുന്നു. അതിന് ഇവിടെ ഒരു ഡോർ വെക്കുക, തുറക്കുക, അകത്തേക്ക് കയറുക.
അങ്ങോട്ടേക്ക് കുഴിച്ച് വിടുക. എന്നിട്ട് ഒരു ഡോർ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യണം. തുറക്കുക, അത് കയറുക. വരാൻ പറ്റില്ല. ഓക്കെ, പൊട്ടിച്ചേറുക. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് കുറച്ച് സൈൻ ബോർഡ്. ഓക്കെ, ഇതിനിപ്പോൾ പ്രാങ്കാക്കിയേക്കാം ഫുള്ളും. ഏതാണ്ട് ഒരു സ്റ്റാക്ക് അടിപ്പിച്ച് ആവശ്യമുള്ള സമയത്ത് ഇത്ര മതി. ഇതങ്ങ് മാറ്റി ഇവിടെ. അയ്യോ, തെറ്റിപ്പോയി. ഇവിടെ ഒരെണ്ണം, വേറൊന്നുമില്ല. പിന്നെ ഇവിടെയും ഒരെണ്ണം. ഓക്കെ, പിന്നീട് ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, പിന്നെ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം. ബ്ലോക്ക് മാറ്റി വാട്ടർ ഫില്ലായി കിടക്കുന്ന പോലെ. അതിന് മുമ്പ് എൻ്റെ ഡോർ കയറി. ഓക്കെ, കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പണിയെടുക്കാം. അയ്യോ, ഓക്കെ. ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ച് മാറ്റുക. ഒരു ചെറിയ റൂമാണ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഈ ഹാള് പോലത്തെ ഒരു സംഭവം ചെറുതായിട്ട് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. 2 3 4 5. ഓക്കെ, പിന്നെ ടോർച്ച്. ഇവിടെ ഒരു ടോർച്ച്. അങ്ങോട്ടോട്ടെ ഇല്ല. 1 2 3 4 5. ഇപ്പോൾ ഇവിടെ 5 ബ്ലോക്ക് അങ്ങോട്ട് എടുക്കാം. 1 2 3 4 5. 5 ബ്ലോക്കല്ല. 1 2 3 4 5. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ നിന്നും 5 ബ്ലോക്ക് എടുക്കാം. 1 2 3 4 5. 2 3 4 5. ഓക്കെ, ഇനിയിപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് മൈൻ ചെയ്ത് പോകാം. നേരെ അവിടെ ടോട്ടൽ ഏതാണ്ട് 10-11 ബ്ലോക്ക്. ഐ തിങ്ക് ഏതാണ്ട് 11 ബ്ലോക്ക് വീതിയുണ്ട്. ഹൈറ്റ് ചെയ്യാൻ ഒരു 3 ബ്ലോക്ക് ടോട്ടല്. 3 അല്ല 4. ഓക്കെ, നമ്മുടെ ഏരിയ അങ്ങനെ ക്ലിയർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പം മേൽഭാഗം പൊട്ടിക്കണം. 4 ബ്ലോക്ക് എടുക്കട്ടെ. എന്നാൽ ഗൈസ്, ഞാൻ സവാന ബയോമിലെ വുഡ് എടുത്തതെന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു എൻ്റെ ആദ്യത്തെ ബേസ്. സെർവർ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള. അപ്പം എൻ്റെ ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് 4-5 വില്ലേജ് ഉണ്ടായിരുന്നു. ഒരു 100 ബ്ലോക്ക് കുറച്ച്
അങ്ങോട്ട് പോയാൽ പിന്നെ ഒരു ഡെസേർട്ട് ടെമ്പിൾ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ലൂട്ട് ചെയ്താൽ. പിന്നെ ആരോ ഒരാൾ വന്ന്, ഒരാളാണോ അതോ ഗ്രൂപ്പായിട്ടാണെന്ന് പറഞ്ഞുകൂടാ, കുറച്ച് ആൾക്കാർ വന്ന് എൻ്റെ തൊട്ടടുത്ത് ഒരു ബേസ് ഉണ്ടായിരുന്നു. അവിടെ അവനാണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ഡ്യൂപ്ലിക്കേറ്ററൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതും നശിപ്പിച്ച് വില്ലേജർമാരെയും കൊന്ന് ഫുള്ളും ഒരു യാതൊരു ദാക്ഷിണ്യം കാണിക്കാതെ ഫുള്ളങ്ങ് പൊട്ടിച്ച് ഈ ക്രിസ്റ്റലും എല്ലാം, എന്ത് ക്രിസ്റ്റലില്ല അത്, അല്ലാതെ പൊട്ടിക്കാനുണ്ടായത്. പിക്കാക്സിൻ്റെ ഡ്യൂറബിലിറ്റി തീരാറായി. അയ്യോ, തൽക്കാലം നമുക്കൊരു ഡെറ്റ് ബ്ലോക്ക് എടുത്ത് വെക്കാം, ബാക്കി പണി. ഓക്കെ, പിക്കാക്സ് അങ്ങനെ പൊട്ടി. എത്ര സ്റ്റാക്കാ? ഒരു പിക്കാക്സ് സ്റ്റോണിൻ്റെ പൊട്ടിക്കുക. ഞാനിപ്പം നല്ല ഡെക്കറേഷനും ഡിസൈനൊക്കെ വെച്ചൊന്നും ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക്. പിന്നെ ആ ബേസ് എങ്ങനെ റെയ്ഡായി പോകുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനാണ് എൻ്റെ പ്ലാൻ. അവിടെ അയൺ ഇരിപ്പുണ്ട്, ഞാനിപ്പോൾ അത് ശ്രദ്ധിച്ചേ. ഓക്കെ, 2 കിട്ടി. ഇവിടെ അങ്ങോട്ട് വെച്ച് മൂടാം. ഓക്കെ, ഇനിയിപ്പം ഒരു 2 ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കാം. ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യാം. ഈ കോബിൾ സ്റ്റോൺ 2 സ്റ്റാക്ക് ഇവിടെ ഇരിക്കട്ടെ. ഡോർ ഇവിടെ ഇരിക്കട്ടെ. ഡയറക്റ്റും ഇവിടെ ബാക്കിയുള്ള ഇത് വെക്കാം. ഇപ്പോൾ കോബിൾ സ്റ്റോൺ മൊത്തം വിറ്റ് പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 5.1K ഉണ്ട്. പിന്നെ കുറച്ച് ഫർണേഴ്സ് കൂടെ ഉണ്ടാക്കി വെക്കണം. ഒരു 4. ഒന്ന് 2 3 4. ഓക്കെ, പിന്നെ ഇത്രയൊക്കെ മതി എന്ന്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.